അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തു യാസീനിൻ്റെ പഠന സീരീസിൽ 33 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആയത്തുകളുടെ പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ഇവിടെ 33-ാമത്തെ വചനത്തിൽ വആയത്തുല്ലഹും തഅനീസിന് മുകളിലുള്ള തൻവീനിനെ ലാമുമായി ലയിപ്പിച്ച് ചേർത്ത് വേണം പാരായണം ചെയ്യാൻ. വആയത്തുല്ലഹും ഇദ്ഗാം ബിലാ ഗുന്ന എന്ന നിയമമാണ്. വഅഖ്റജ്ന ഇവിടെ ജീമിന് കൽക്കലത്തിൻ്റെ സിഫത്ത് കൊടുക്കണം. ജീമിനെ വ്യക്തമായി മുഴക്കത്തോടു കൂടി പാരായണം ചെയ്യണം. മിൻഹ സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്യണം. ഹബ്ബൻ ഫമിൻഹു ഹബ്ബൻ ഫ ഇവിടെ തൻവീനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇഖ്ഫ എന്ന നിയമം. ഫമിൻഹു ഇവിടെ സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്യണം. 34-ാമത്തെ വചനത്തിൽ ജന്നാത്ത് ഷദ്ദുള്ള നൂനിനെ 2 ഹറക്കത്ത് മണിക്കണം, ഉന്നത്ത് ചെയ്യണം. ജന്നാത്തിമ്മിൻ തൻവീനിനെ മീമുമായി ലയിപ്പിച്ച് ചേർത്ത് മണിക്കണം. മിൻ നഖീൽ 2 നൂനിനെയും ലയിപ്പിച്ച് ചേർത്ത് മണിക്കണം. ഇവിടെ എല്ലാം ഇദ്ഗാം ബിഗുന്ന എന്ന നിയമമാണ്. അതുപോലെ നഖീലിൻ വ തൻവീനിനെ ലാമിന് താഴെയുള്ള തൻവീനിനെ വാവുമായി ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് പാരായണം ചെയ്യണം. ഇദ്ഗാം ബിഗുന്ന എന്ന നിയമം തന്നെ. വ അഅ്നാബിൻ വ അതേ നിയമം ഇവിടെയും വരുന്നു. 35-ാമത്തെ വചനത്തിൽ മിൻ സമരിഹി സാക്കിനായ നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇഖ്ഫാ ചെയ്തുകൊണ്ട്. സമരിഹി വമ ഇവിടെ മദ് സില അസ്സുഗ്റ നമുക്ക് കാണാം. 2 ഹറക്കത്ത് ദൈർഘ്യത്തിലൊന്ന് നീട്ടണം. അതുപോലെ 36-ാമത്തെ വചനത്തിൽ സുബ്ഹാന ബാഇന് കൽക്കലത്തിൻ്റെ സിഫത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ മിമ്മ എന്ന് പറയുമ്പോൾ ഷദ്ദുള്ള മീമിനെ 2 ഹറക്കത്ത് ഉന്നത്ത് ചെയ്യണം, മണിക്കണം. തുംബിതു ഇഖ്ലാബ് എന്ന നിയമമാണ്. സാക്കിനായ നൂനിന് ശേഷം ബ വരുമ്പോൾ നൂനിനെ മീമാക്കി മാറ്റി മറിച്ച് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. തുംബിതു എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അതുപോലെ വമിൻ അൻഫുസിഹിം വമിൻ എന്ന ഭാഗത്ത് നൂനിനെ ഇദ്ഹാർ ചെയ്യണം. അൻഫുസിഹിം ഇവിടെ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അതുപോലെ വമിമ്മ എന്ന പദം വീണ്ടും ആവർത്തിക്കുന്നു. ഷദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. ഇനി നമുക്ക് ഈ വചനങ്ങളുടെ അർത്ഥത്തിലേക്ക് കടക്കാം. വആയത്തുല്ലഹും വആയത്തുൻ ഒരു ദൃഷ്ടാന്തമാണ്, ലഹും അവർക്ക്, അൽ അർദു ഭൂമി, അൽ മൈതത്തു നിർജീവമായ ചത്ത, അഹ്യൈനാഹ നാം അതിനെ ജീവിപ്പിച്ചിരിക്കുന്നു, വ അഖ്റജ്ന മിൻഹ അതിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഹബ്ബൻ ധാന്യം, ഫമിൻഹു എന്നിട്ട് അതിൽ നിന്ന് യഅ്കുലൂൻ
അവർ ഭക്ഷിക്കുന്നു, അവർ തിന്നുന്നു. ആയത്തിൻ്റെ അർത്ഥം അവർക്കൊരു ദൃഷ്ടാന്തമാണ് നിർജീവമായ ഭൂമി. നാം അതിനെ ജീവിപ്പിക്കുകയും അതിൽ നിന്ന് ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് അവർ തിന്നുകൊണ്ടിരിക്കുന്നു. 34-ാമത്തെ വചനം, വജഅൽന ഫീഹ, അതിൽ നാം ഉണ്ടാക്കുകയും ചെയ്തു, ജന്നാത്തിൻ, തോട്ടങ്ങൾ, മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ, വ അഅ്നാബിൻ, മുന്തിരികളായും, വഫജ്ജർന, നാം തുറന്നുവിട്ടിരിക്കുന്നു, നാം പിളർത്തിയുണ്ടാക്കിയിരിക്കുന്നു, ഫീഹ, അതിൽ, മിനൽ ഉയൂൻ, നീരുറവകളിൽ നിന്നും. ആയത്തിൻ്റെ അർത്ഥം അതിൽ ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു, നീരുറവകളെയും നാം അതിൽ തുറന്നുവിട്ടു. ലിയഅ്കുലു, അവർക്ക് തിന്നുവാൻ, മിൻ സമരിഹി, അതിൻ്റെ ഫലത്തിൽ നിന്നും, വമാ അമിലത്ഹു, യാതൊന്നിൽ നിന്നും, അമിലത്ഹു, അത് പ്രവർത്തിച്ചുണ്ടാക്കി, ഐദീഹിം, അവരുടെ കൈകൾ, അഫലാ യഷ്കുറൂൻ, അപ്പോൾ അവർ നന്ദി കാണിക്കുന്നില്ലേ. ആയത്തിൻ്റെ അർത്ഥം അതിൻ്റെ ഫലങ്ങളിൽ നിന്നും തങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർക്ക് തിന്നുവാൻ വേണ്ടിയാണ് അതെല്ലാം. അപ്പോൾ അവർക്ക് നന്ദി കാണിച്ചുകൂടെ. 36-ാമത്തെ വചനം, സുബ്ഹാനല്ലദി, യാതൊരുവൻ, മഹാപരിശുദ്ധൻ, ഖലഖ, സൃഷ്ടിച്ച, അൽ അസ്വാജ, ഇണകളെ, കുല്ലഹ, അവയെല്ലാറ്റിനെയും, മിമ്മാ തുംബിതു, ഉൽപ്പാദിപ്പിക്കുന്നവയിൽ നിന്ന്, അൽ അർദു, ഭൂമി, വമിൻ അൻഫുസിഹിം, അവരുടെ ദേഹങ്ങളിൽ നിന്നും, വമിമ്മ, യാതൊന്നിൽ നിന്നും, ലാ യഅലമൂൻ, അവർ അറിയാത്ത. ആയത്തിൻ്റെ അർത്ഥം എല്ലാ ഇണവർഗങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ മഹാപരിശുദ്ധനത്രേ. അതെ, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും അവരുടെ ദേഹങ്ങളിൽ നിന്നും അവർക്ക് അറിഞ്ഞുകൂടാത്തവയിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചവൻ. ഇവിടെ സൂറത്ത് യാസീനിൻ്റെ 3-ാം വിഭാഗത്തിൽ അള്ളാഹു ജനങ്ങൾക്ക്, മനുഷ്യന് ദൃഷ്ടാന്തമായിക്കൊണ്ട് ഭൂമിയെ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ അതിൽ നിന്ന് ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ നിന്ന് നീരുറവകളെ തുറന്നുവിട്ടിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യന് തിന്നുവാൻ വേണ്ടിയാണ്, ഭക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്നിട്ടും അവർക്ക് നന്ദി കാണിച്ചുകൂടെ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇവിടെ അറേബ്യയിലെ പ്രധാന ഉൽപ്പന്നവും അറബികൾക്ക് കൂടുതൽ പരിചിതവുമാണ് ഈന്തത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. എല്ലാതരം കൃഷി വിഭവങ്ങളും കൈകൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ ഉൾപ്പെടുന്നു. പ്രത്യക്ഷത്തിൽ ഇവയെല്ലാം മനുഷ്യൻ്റെ പ്രയത്നഫലങ്ങളാണ്, എല്ലാ കൃഷി വിഭവങ്ങളും. എന്നാൽ അവ മുളക്കുന്നതും വളരുന്നതും വിളയുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഓരോന്നിലും മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനായിരിക്കേണ്ടതുണ്ട്. 36-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, കായ്ക്കനികൾ, ജീവജന്തുക്കൾ തുടങ്ങിയ എല്ലാ വർഗത്തിലും മനുഷ്യരിൽ തന്നെയും ഒരുപാട് വിഭാഗങ്ങളും തരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇവയിൽ ഓരോന്നിലും ഏതെല്ലാം ഇനങ്ങളാണ് ഉള്ളതെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പോലും മനുഷ്യന് സാധ്യമല്ല. മനുഷ്യൻ്റെ അറിവിലും ശ്രദ്ധയിലും പെടാത്ത വസ്തുക്കളും അവയിലെ തരാതരങ്ങളും ഇതിനു പുറമെയും ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി നിലനിർത്തിപ്പോരുന്ന സൃഷ്ടാവ് അതിമഹാൻ തന്നെയാണ്. ഈ കണക്കറ്റ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യൻ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും മഹത്വത്തെ കീർത്തനം ചെയ്യുവാനും ബാധ്യസ്ഥനാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യുന്ന സൽവൃത്തരായ അവൻ്റെ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബാക്കി വചനങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം.
وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.